ഹലോ, വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് ഞാൻ എൻ്റെ ഒരു പുതിയ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാരണം നമ്മളിപ്പോൾ പുതിയ വീട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പുതിയ റൂട്ടീനും കാര്യങ്ങളും എല്ലാം ന്യൂ കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ മോളുടെ സാധനങ്ങളൊക്കെ ഒതുക്കുന്ന വീഡിയോ ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാനാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഗാർലിക് ചീസ് ബ്രെഡ് ആയിരുന്നു അന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് കുറേ മുമ്പ് നമ്മുടെ ചാനലിൽ ഇതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചീസ് ബ്രെഡ് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. ഗാർലിക്കിൻ്റെയും ചീസിൻ്റെയും ആ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണല്ലോ. അപ്പോൾ ഇത് ഞങ്ങൾ കുറച്ചധികം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് 1 വീക്ക് വരെയൊക്കെ ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമുള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ എരിവിനായിട്ട് നിങ്ങൾക്ക് കുരുമുളക് പൊടി അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഞാൻ ഇപ്പോൾ ചില്ലി ഫ്ലേക്സ് ആണ് ഇടുന്നത്. അത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പം ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ എല്ലാവരും ടേബിളിൽ ഇരുന്നാൽ ഇങ്ങനെ ഞാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വരും. അങ്ങനെയാണ് ഇത് ചെയ്തെടുക്കൽ. ചില ദിവസം തലേ ദിവസമൊക്കെ ഞങ്ങളിത് പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് പിറ്റേ ദിവസം ഒരു പണി ഉണ്ടാവില്ല. ഇത് ചൂടാക്കി കഴിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരാൾ ഒരെണ്ണമായിട്ടേ കഴിക്കുള്ളൂ. അതായത് ഒരെണ്ണം എന്ന് പറഞ്ഞാൽ 2 ബ്രെഡ്. അത് കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് അത്യാവശ്യം ഫില്ലാകും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം പിന്നീട് ഇതേ മോളെ കുളിപ്പിച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോവുകയാണ്. അപ്പോൾ ആ സമയം കുറച്ച് നേരം അവൾ എഴുന്നേറ്റ് ഇരുന്ന് കുറച്ച് നേരം കളിച്ചിട്ട് അവളെ കുളിപ്പിക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മോൾക്ക് ഫുഡ് കൊടുക്കാൻ പോലെ. അങ്ങനെ ഫുഡ് കൊടുക്കലെല്ലാം കഴിഞ്ഞ് മോൾ ഉറങ്ങിയതിന് ശേഷം ഞാൻ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യത്തിനായിട്ട് ഉപ്പ നേരത്തെ പോകും. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ബ്രെഡും അതേപോലെ തന്നെ ഒരു കപ്പ് കോഫിയും ഞാൻ പാക്ക് ചെയ്തിട്ട് ഉപ്പ കൊണ്ടുപോകുന്നുണ്ട്. കുറച്ചധികം ദിവസം എടുത്തിട്ടാണ് ഞങ്ങൾ ഒന്ന് റൂട്ടീനിലോട്ടൊക്കെ ഒന്ന് മാറാനായിട്ട്. കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി വരാൻ തന്നെ കുറച്ച് ദിവസം എടുത്തിട്ടുണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മുടേതായ രീതിയിലൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനൊക്കെ ആയിട്ട്. അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ ഒരു 1/4 ഭാഗം എൻ്റെ മോളുടെ സാധനമാണെന്ന് പറയാം. ഒന്നാമത് എൻ്റെ കേക്ക് മെറ്റീരിയൽസ് കാര്യങ്ങൾ, പിന്നെയെന്ന് പറഞ്ഞാൽ മോളുടെ കുറേ കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് അവൾ ഇങ്ങനെ ഉറങ്ങുന്ന ഗ്യാപ്പിലാണ് കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ മോളുടെ വാർഡ്രോബ് ഓർഗനൈസേഷൻ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതിൽ മോളുടെ വാർഡ്രോബ് ഓർഗനൈസ് ചെയ്യുന്നതെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പം മോളുടെ ഡ്രസ്സുകൾ ആ ഒരു കൊണ്ടുവരുന്ന ആ ഒരു സമയത്തൊക്കെ ഒക്കെ അങ്ങ് വാരി വലിച്ചിട്ട് അലമ്പായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു നീഹയുടെ വാർഡ്രോബ്. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സാധനങ്ങളെല്ലാം റീഅറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പോവുകയാണ്. അതേപോലെ തന്നെ അവളത് മാത്രമല്ല എൻ്റെയും ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവൾ ഉറങ്ങിയ സമയത്ത് ആണ് ഞാനിതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നീഹൻ്റെ ഡയപ്പേഴ്സൊക്കെ ഇപ്പോൾ ഇതേപോലെ ഒരു ട്രെയിലാക്കിയിട്ടാണ് വെക്കൽ. മോൾക്ക് ഞാൻ ഇപ്പോഴും പാമ്പർ ആണ് കേട്ടോ യൂസ് ആക്കൽ. ഹഗ്ഗീസ് ഞാനൊരു തവണ യൂസ് ചെയ്ത് അതും എനിക്ക് കുഴപ്പം തോന്നിയില്ല. പക്ഷേ എനിക്കിതുവരെ മോശമായിട്ട് തോന്നിയിട്ടില്ല പാമ്പേഴ്സ്. അപ്പം ഇപ്പോഴും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ട്രെയിലാക്കി വെച്ച് കഴിഞ്ഞാൽ എടുക്കാനായിട്ട് നല്ല സൗകര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലാക്കി വെക്കുന്നത്. അതിന് മുൻപ് ഈ ഒരു പാക്കിലായിട്ട് അങ്ങനെ തന്നെ വാർഡ്രോബിൽ വെക്കലായിരുന്നു. അപ്പോൾ കുറേ സ്ഥലം പോകുന്നുണ്ട് ഈ ഒരു പാക്ക് അടക്കം അങ്ങനെ വെക്കും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒരു ട്രെയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പം കുറേ സ്പേസ് ലാഭിക്കാനായിട്ട് പറ്റുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ ടൈമും നീഹക്ക് വീൻ ചെയ്യുന്നത് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ആ ഒരു സമയത്താണ്. ഞാനൊരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് കുട്ടികൾ നമ്മൾ കൂടുതലായിട്ടും ഇമിറ്റേറ്റ് ചെയ്യുമെന്നാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്താണ് കൂടുതലും അവളെ ഇങ്ങനെ ഫുഡ് കൊടുക്കൽ. നമ്മൾ ചെയ്യുന്നത് അവർ ഒബ്സർവ് ചെയ്യും കുട്ടികൾ എന്നൊക്കെ പറയും. അപ്പം കൂടുതലും ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ അവൾക്ക് ചിലപ്പം നേരത്തെ കൊടുത്തു കഴിഞ്ഞാലും അവൾക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒരു പഴമോ അല്ലെങ്കിൽ ക്യാരറ്റ് വേവിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുക്കലുണ്ട്. അതവൾ
ചിലപ്പോൾ മാത്രമേ വായിലോട്ട് കൊണ്ടുപോകുള്ളൂ, ചിലപ്പോൾ ഇങ്ങനെ താഴേക്ക് ഇടും, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പം ഞാനിപ്പോൾ കോമ്പിനേഷൻ ഫീഡാണ് ചെയ്യുന്നത്. നമ്മളും ചെയ്യുന്നുണ്ട്, ഞാനും ഫീഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ BLW ഇല്ലേ, ബേബി ലെഡ് വീനിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബേബി ലെഡ് വീനിങ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, ഭയങ്കര മെസ്സാണത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞത്. പക്ഷേ നമുക്ക് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്ന് പറയില്ലേ, എന്താണെന്ന് നോക്കാം. നമ്മൾ പുതിയ തലമുറകളിലുള്ള കുട്ടികളെ പുതിയ രീതിയിലല്ലേ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പം സയൻസും ടെക്നോളജിയും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ട്രഡീഷണൽ വീനിങ് അല്ലാതെ BLW കൂടിയിട്ട് ഒന്ന് മോൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അപ്പം രണ്ടും കൂടിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം ഇൻഷാ അല്ലാഹ് എന്താവുമെന്ന് അറിയില്ല. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവൾ കുറച്ചൊക്കെ വളർന്നു കഴിഞ്ഞാൽ ഇവളുടെ ഫുഡ് കഴിക്കുന്ന രീതിയൊക്കെ എങ്ങനെ ആവും എന്നൊക്കെ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. അപ്പം വരും കാലങ്ങളിൽ കാണാം അത് എങ്ങനെയൊക്കെയാണെന്ന്. ഞാനിപ്പം ഇത്രയും കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്ത് അവളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതൊക്കെ അവളൊരു ടോഡ്ലറൊക്കെ ആയി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അവൾ എസ്പെഷ്യലി ഈ ഫുഡിൻ്റെ കാര്യത്തിൽ അവൾ റിയാക്ട് ചെയ്യുക എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എക്സൈറ്റഡ് ആണ്, എൻ്റെ വീട്ടിലത്തെ എക്സൈറ്റഡ് ആണ്. അപ്പം ഇൻഷാ അല്ലാഹ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് അല്ലേ. അപ്പോൾ ഇത് ഞാൻ മുൻപും എടുത്തിട്ടുള്ള വീഡിയോ ക്ലിപ്പും കൂടി ആഡ് ചെയ്തതാണ് കേട്ടോ, അവളെ ഇങ്ങനെ ഫീഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ബേബി കെയറിലോട്ടും അതേപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു സ്റ്റാക്ക് റിങ് കേട്ടോ. അപ്പോൾ ഞാനിത് ബേബി കെയറിൽ പോയപ്പോൾ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിച്ചതാണ്. അപ്പോൾ അവിടെ ഓഫർ സെയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മോൾക്ക് ഡയപ്പർ അതുപോലെ തന്നെ വെറ്റ് വൈപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓഫർ വരുമ്പം റീസ്റ്റോക്ക് ചെയ്ത് വെക്കും. വെറുതെ എന്തിനാ നമ്മൾ ഓഫർ മിസ്സാക്കണത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയിണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ നീഹക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പുറത്ത് പോകാനൊക്കെ, പ്രത്യേകിച്ച് ഇങ്ങനെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നത് നല്ല ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവളിങ്ങനെ ഈ ഒരു ഫുഡിൻ്റെ സെക്ഷനൊക്കെ എത്തിയാൽ അവൾക്ക് ഭയങ്കര ഒരു കൊതി പോലെയാണ്. അവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ഫുഡാണ് കാര്യങ്ങളൊക്കെ ആണെന്നൊക്കെ. അപ്പം അതേ ഞങ്ങൾ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ച് പോവുകയാണ്. എൻ്റെ ഷോളെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് ഇതേപോലുള്ളൊരു ഹാങ്ങറിലാണ്. ഇത് ഞാൻ കുറച്ച് മുമ്പ് ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് അത് പൊട്ടിപ്പോയി. ഇത് ഈ ഒരു ടൈപ്പല്ല, വേറൊരു ടൈപ്പായിരുന്നു. ഇത് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഓർഡർ ചെയ്തതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇത് നല്ല ഓർഗനൈസറാണ്, ഇതുവരെ ഒരു കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ഇങ്ങനെ നൂലാണ് ഇതിങ്ങനെ ചുറ്റിയിട്ടുണ്ടായിരുന്നത്. ആദ്യം ഞാൻ മേടിച്ചത് ഒരു ഫൈബർ പോലെയായിരുന്നു, പൊട്ടിപ്പോയി. അപ്പം ഇത് നല്ല ബെസ്റ്റ് ഓർഗനൈസറാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ പോയിട്ട് ചെക്ക് ചെയ്താൽ മതി. അങ്ങനെ ഇത് ആകുമ്പോൾ ഷോളെല്ലാം അറേഞ്ച് ആയിട്ട് ഒരു ഭാഗത്ത് അങ്ങ് ഇരിക്കും. ഇങ്ങനെ മടക്കി വെക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഷോളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ഹാങ്ങർ ഉണ്ടായിട്ട് അങ്ങ് സെറ്റായിട്ട് ഇരുന്നോളൂ. രാവിലെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി നിന്ന ആളാണ് ഞാൻ. പിന്നെ ഇതൊക്കെ കഴിയുമ്പോഴേക്കും രാത്രി ആയിട്ടുണ്ട്. കാരണം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറെ വേറെ ആവശ്യങ്ങൾക്കായിട്ട് പോകണമുണ്ട്. അപ്പം അവസാനത്തെ ഒരുക്കങ്ങൾ അല്ലെങ്കിൽ ഒതുക്കലാണ് കേട്ടോ ഇത്. ഇൻ്റെതാണ് അവസാനമായിട്ട് ഞാൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ കുർത്തകളും പിന്നെ അതേപോലെ തന്നെ കുറച്ച് ടോപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ കുറേ ഡ്രസ്സ് ഞാൻ ഹസ്ബൻഡിൻ്റെ ഇക്കാൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം അധികം ഡ്രസ്സുകളൊന്നും ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. കാരണം ഇവിടെ കബോർഡ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഡ്രസ്സും കൂടി കെട്ടി വലിച്ച് കൊടുത്തിട്ടില്ല. പിന്നെ നേഹക്ക് ഇപ്പോൾ 2 ടൈംസ് ഫുഡ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം ഈവനിങ് ഇതേപോലെ ആപ്പിൾ പ്യൂരിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ആപ്പിൾ കുക്ക് ചെയ്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കും. ചിലപ്പം ഇങ്ങനെ സ്മാഷ് ചെയ്തിട്ടും കൊടുക്കാറുണ്ട്. അതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. പിന്നീട് മോള് ചിലപ്പം നല്ല ലേറ്റ് ആവും ഉറങ്ങാനായിട്ട്, ചിലപ്പം കുഴപ്പമില്ലാതെ ഉറങ്ങാറുണ്ട്. അത് അവളുടെ മൂഡ് പോലെ ഇരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഞാൻ കൂടുതലും ഇതേപോലുള്ള ചെറിയ വീഡിയോസ് കൂടുതൽ മാക്സിമം 15 മിനിറ്റൊക്കെ എൻ്റർടൈൻ മൈ ലൈഫ് ഉണ്ടാവാറുള്ളൂ. അപ്പം നിങ്ങൾക്ക് ബോറടിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ അത്രയും ഷോർട്ടാക്കിയിട്ട് വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, ലോങ് വീഡിയോ വേണമെങ്കിൽ. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കണേ. താങ്ക്